2 കോട്ട് സീലർ കയറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ പേപ്പർ ഇട്ട്. ഇനി ഇതുമ്മേ ഒരു കോട്ട് സ്പ്രേ സീലറാക്കി കയറ്റും. അപ്പോൾ ഒന്ന് നല്ല കോട്ടിങ് വരും. അതിന് ശേഷം കുറച്ച് വാൾനറ്റൊക്കെ കൂട്ടി കറക്റ്റ് ഇതാക്കി മാറ്റ് കയറ്റി കഴിയുമ്പോഴാണ് ഇത് പക്ക ഫിനിഷിങ് വരിക. ഇതൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ലോ ഫ്ലോർ ഉണ്ട്. ഇതൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ലോ ഫ്ലോർ കട്ടിലാണ്. 1 സൈഡ് കാല് വരുന്നത് ഫുള്ള് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഹാങ്ങിങ് മോഡൽ കട്ടിലാണ്. ഇത് കാല് ഇതൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് ചെയ്താണ്. 3 കട്ടിലാണുള്ളത്. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ മാറ്റ് അടിച്ച് ഫുൾ ഫിനിഷിങ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഇതാണിത്. ഇതിപ്പോൾ മാറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എന്നാൽ തൊട്ടാൽ നമ്മളെ കയ്യിൻ്റെ പാടുണ്ടാവും. ഇത് ഒന്ന് ഡിമ്മാവട്ടെ, ഈ തിളക്കം ഉണ്ടാവില്ല. മാറ്റ് ഫിനിഷിങ് കഴിക്കാറ് അപ്പോൾ അത് കറക്റ്റ് ലുക്ക് കിട്ടുക. ഈ തിളക്കം പൊതുവേ ഒരു ലുക്ക് കുറയാ ചെയ്യും. ഒരു സെമി ഗ്ലോസി ആയിട്ടാണ് ഉണ്ടാവുക. ഒരു 10% ഗ്ലോസിയും പിന്നെ ഒരു 90% മാറ്റും ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് കിട്ടുക. അത് വാൾനറ്റ് ഒരു തുള്ളി അനക്കം കൂട്ടിക്കോളും. പക്ക നാച്ചുറൽ കളറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് മരം അത് ഇതെടുത്ത് കാട്ടുന്ന രീതിയിൽ, ഇതിൻ്റെ ഗ്രെയിൻസ് എടുത്ത് കാട്ടുന്ന രീതിയിൽ. ഡാർക്ക് കൂട്ടിയില്ല, അതൊക്കെ കുറേ അംശം കൂട്ടിയിട്ടുള്ളൂ. എന്നാലും ഇത് നല്ല ലുക്ക് ഉണ്ട്, കാരണം ഗ്രെയിൻസൊക്കെ കണ്ടില്ലേ. ഇതിപ്പോൾ ഫിനിഷിങ് കഴിഞ്ഞാണ്. സെമി ഗ്ലോസി ആയിട്ട് 10% ഗ്ലോസി ഉണ്ടാവും. ഇതൊന്ന് ഡിമ്മാവും. ഈ ഒരു രീതിയിലാണ് ഉണ്ടാകുക. ഫുൾ കോട്ടിംഗ് ആണ് മാറ്റ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.